ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇത് അർജുന്റെ റൂം തന്നെയല്ലേ? അതുകൊണ്ട് പറയാനുള്ളതൊക്കെ ഇവിടെ ഒറ്റയ്ക്കിരുന്നങ്ങ് പറഞ്ഞാ മതി. കേൾക്കാൻ എന്നെ കാക്കണ്ട. ഇനി ഞാൻ പുറത്ത് കിടന്നോളാം. അല്ല അഞ്ജലി പ്ലീസ്, ഞാനോ താനോ ഈ റൂം വിട്ട് പുറത്ത് പോരുന്ന എന്റെ വിചാരം. അർജുൻ വഴിന്ന് മാറും. ഇത് ശരിയാവില്ല. ആയിക്കോട്ടെ, പക്ഷേ അത് നമ്മൾ അറിഞ്ഞാ പോരെ? മറ്റുള്ളവരെ കൂടി അറിയിക്കണോ? എടോ, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ പുറത്ത് പലരും കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ഫേവർ ആവുന്ന ഒരു കാര്യവും നമ്മളായിട്ട് ചെയ്യാൻ പാടില്ല. താനൊന്ന് മനസ്സിലാക്ക്. നമ്മളെ തെറ്റിക്കാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് തെറ്റല്ല അർജുൻ നമുക്കിടയിൽ വരാനുള്ളത്? ഇറ്റ്സ് ഓൾ ഓവർ. കഴിഞ്ഞുവല്ല. നോ, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒന്നും. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിച്ചൂടെ? നോ, അർജുനോട് പറയാനുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതൽ എനിക്കിനി ഒന്നും പറയാനില്ല. ഒന്നും. ഓക്കെ ഓക്കെ, ഐ അഗ്രീഡ്. താൻ ഇനി എന്നോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അറ്റ്ലീസ്റ്റ് ഈ റൂം വിട്ട് നമ്മൾ പുറത്തു പോകാൻ പാടില്ലെന്നേ ഉള്ളൂ. പ്ലീസ്, ഇതെന്റെ ഒരു റിക്വസ്റ്റാ. എടോ, താനെന്തിനാ ബെഡ്ഷീറ്റ് നിലത്ത് വിരിക്കുന്നത്? തനിക്ക് കട്ടിൽ വന്ന് കിടന്നൂടെ? എന്നിട്ട് എല്ലാം മറന്ന് ഞാൻ തന്നോടൊപ്പം വന്ന് കിടക്കണോ? അതോ അർജുന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ഈ റൂമിൽ തന്നെ ശിഷ്ടകാലം കഴിച്ചു കൂട്ടണമെന്നാണോ താൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്റെ കല്യാണം എത്രത്തോളം പ്രതീക്ഷയോടെയാ എന്റെ വീട്ടുകാർ കാത്തിരുന്നെ, ഞാൻ കാത്തിരുന്നേ. നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാര് അവർ പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലെത്തി നാട്ടുനടപ്പനുസരിച്ചൊരു വിവാഹ നിശ്ചയം, കല്യാണ ഒരുക്കങ്ങൾ, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരൽ, സന്തോഷം പങ്കിടൽ. അങ്ങനെ എത്ര എത്ര സ്വപ്നങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എല്ലാം നശിപ്പിച്ചു കളഞ്ഞു താൻ. അഞ്ജലി, ഇതൊന്നും നമ്മൾ വേണമെന്ന് വെച്ച് കേൾക്കണ്ട അർജുൻ. എനിക്ക് പറയാനുള്ളതൊന്നും എനിക്കിനി കേൾക്കണ്ട. നമുക്ക് നമ്മുടേതായ ലോകങ്ങളിൽ കിടന്നുറങ്ങാം. തൽക്കാലം അതേ പറ്റൂ.
മോളെ അഞ്ജലി, ഇതെനിക്ക് എന്റെ ലൈഫിന്റെ പ്രശ്നമാണ്, എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. ഇവിടെ എനിക്ക് ഒരിക്കലും ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല. ഐ എം സോ സോറി. എന്താ എന്താ പറ്റി? എന്താ ശ്യാമള്, നീ വല്ല സ്വപ്നം കണ്ടോ? നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മോളുടെ ജീവിതം തകർക്കാൻ ഹനു ഒരുത്തനെ കത്തിയായിട്ട് വിളിച്ചു വരുത്തി. അവൻ ബെഡ്റൂമിൽ കയറിയിട്ട് നമ്മുടെ ചെറുക്കനെ. അത് നീ കളയുന്നു. നീ കണ്ടത് നടക്കാത്ത സ്വപ്ന, വെറും സങ്കല്പം. ദേ, നീ ഒരല്പം വെള്ളം എടുത്ത് കുടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങാൻ നോക്ക്. ഇപ്പൊ സമയത്രേ? ഇപ്പോഴാ? ഇപ്പോ നേരം പുലരേറാണ്ടാവും. നീ ഇനി അതും ഇത് ആലോചിച്ചിരിക്കണ്ടേ, ഉള്ള നേരത്ത് കിടന്നുറങ്ങാൻ നോക്ക് ശ്യാമളെ. അല്ല ശിവരാമേട്ട, ഈ വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നങ്ങള് വെളുപ്പംകാലം നല്ല പാതിരാത്രി ആണെങ്കിലും നല്ല സ്വപ്നങ്ങളാണെങ്കിൽ ഫലിക്കും, ചീത്ത സ്വപ്നങ്ങളാണെങ്കിൽ ഫലിക്കില്ല എന്നങ്ങോട്ട് വിശ്വസിച്ചാ മതി. സമാധാനം കിട്ടും. ഞാൻ കിടന്നുറങ്ങാൻ പോവാ, നീ കിടന്നുറങ്ങി. അല്ലല്ല, അതെ, ഇനി നാളെ നേരം വെളുത്തിട്ട് എന്റെ കൊച്ചിനെ നേരിട്ടൊന്ന് കാണാൻ പോണം. നിങ്ങളൊന്ന് എന്റെ ഒപ്പം വരണം. അതുവരെ. എവിടെ? ആ രാഘവൻ ഉണ്ണിയുടെ വീട്ടിലോ? നടന്നു തന്നെ. നടന്നത് തന്നെ എന്നല്ല, നടത്തിയെടുക്കണം നമ്മള്. ഇത് അഞ്ജലിയുടെ ജീവൻ മരണ പ്രശ്ന. നിങ്ങൾ എന്നെ കൊണ്ടുപോയില്ലയോ? ഇപ്പൊ അറിയണം എനിക്ക്. ശരി ശരി ശരി, നേരം വെളുത്തിട്ടുള്ള കാര്യല്ലേ. ഇപ്പൊ ഏതായാലും ഈ നേരത്ത് ഇവിടുന്ന് അങ്ങോട്ട് ബസ്സൊന്നും കാണില്ല. നീ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. കാര്യങ്ങളൊക്കെ നമുക്ക് നേരം വെളുത്തിട്ട് ആലോചിക്കാം. ഈശ്വരാ.
നല്ല കാഴ്ചയാണല്ലോ. എന്താ മോളെ രാവിലെ തന്നെ ഒരു അന്വേഷണം? എന്തോ കാര്യമായിട്ട് അന്വേഷിക്കുകയാണല്ലോ. അല്ല മുത്തശ്ശി, ഞാൻ ഈ പഞ്ചസാര തപ്പുമായിരുന്നു. ഓ അതാണോ? പഞ്ചസാര ദാ ഇവിടെ ഉണ്ടാവും. ദാ. അപ്പൊ മോള് രാവിലെ തന്നെ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയല്ലേ? രാവിലെ വന്നപ്പോഴേ ഇവിടെ പാലിരിപ്പുണ്ടായിരുന്നു. എന്നാ പിന്നെ ഒന്ന് ചായ ഇട്ട് നോക്കാന്ന് കരുതി. അല്ല മുത്തശ്ശിക്ക് എങ്ങനെയാ, മധുരാകാമോ? ഓ, ഷുഗർ ലെവൽ 200 തൊട്ട് നിപ്പുണ്ട്. എന്നാലും ചായയിൽ 1 സ്പൂൺ പഞ്ചസാരയെങ്കിലും ഇട്ടില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. ആണോ? എന്നാലേ എന്റെ കൈ കൊണ്ട് മുത്തശ്ശിക്ക് ആദ്യമായിട്ട് തരുന്ന ചായയില് 1 അല്ല 2 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് തരും. പക്ഷെ ഈ ഓഫർ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം. നാളെ മുതൽ സ്ട്രിക്ട്ലി നോ ഷുഗർ. ഓക്കെ ആണോ? ഓ ഈ കൊച്ചിന്റെ ഒരു കാര്യം. ശരി, ഓക്കെ. അല്ല അപ്പൊ കടുപ്പത്തിന്റെ കാര്യം എങ്ങനെയാ? സ്ട്രോങ്, മീഡിയം, വെരി സ്ട്രോങ്, ലൈറ്റ്? അത്യാവശ്യം സ്ട്രോങ് ആയിക്കോട്ടെ. പൈസ ഇത്രയൊക്കെ ആയില്ലേ? ചായ റെഡി. മുത്തശ്ശി കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേ. അസലായിട്ടുണ്ട്. ആണോ? ശരിക്കും പറഞ്ഞ? അതെ. ഇപ്പഴാ എനിക്ക് ആശ്വാസായ. ഇന്നലെ ഒരു ചായ കോംപ്ലിമെന്റ് കിട്ടിയതിന്റെ ക്ഷീണം ഇപ്പഴാ മാറി കിട്ടി. ചായ കോംപ്ലിമെന്റോ? അതെന്താ സംഭവം? ഏയ് ഒന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ മോൻ എന്നെ ചെറുതായിട്ടൊന്ന് അപമാനിച്ചതാ. വയസ്സിന് മൂത്ത ആളല്ലേ, ഞാനങ്ങ് ക്ഷമിച്ചു. എനിക്കറിയാം കുഞ്ഞെ, നീ ഇവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നീ കടന്നു വന്ന വഴി, നേരിട്ട പ്രതിസന്ധികള്, ഇപ്പോ ഈ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രോമ എല്ലാം ഞാൻ കാണുന്നതല്ലേ. ഇന്നലെ രാത്രി രാഘവനുണ്ണിയുമായിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ രമ്യ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്ത് ചെയ്യാനാ, എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ്റേതങ്ങനെ അഡമൻ്റായ ഒരു ക്യാരക്ടറായിപ്പോയി. പക്ഷേ ഇന്നലെ ഇത്രയൊക്കെ ഈ വീട്ടിൽ സംഭവിച്ചിട്ടും ഇന്ന് രാവിലെ നീ അടുക്കളയിൽ കയറി മുത്തശ്ശിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് തന്നില്ലേ? അതാണ് നിന്റെ നന്മ. നിന്റെ അമ്മ നിനക്ക് പകർന്നു തന്ന വളർത്തു ഗുണമാണത്. അത് പക്ഷേ ഇവിടെ ആരും കാണുന്നില്ലെന്ന് മാത്രം. ഉള്ളിലെ നൊമ്പരങ്ങളെല്ലാം ഒരാളോട് തുറന്നു പറഞ്ഞ ആ നീറ്റലിനൊരാശ്വാസം കിട്ടും. അതിന് പറ്റിയ ഒരേ ഒരിടമേ ഉള്ളൂ ഈ ഭൂമിയിൽ, ദൈവത്തിന്റെ തിരുസന്നിധി. നീ വരുന്നോ എന്റെ കൂടെ അമ്പലത്തിലേക്ക്? നമുക്കൊന്ന് പോയി തൊഴുതിട്ട് വരാം. നന്ദിനിയടുത്ത് കണ്ടില്ലേ? മുത്തശ്ശിക്ക് കൊച്ചുമോളോട് പ്രേമം വഴിഞ്ഞൊഴുകുക. അവൾ ഇങ്ങോട്ട് വന്ന് കേറും മുന്നേ ഇതാണ് സ്ഥിതിയെങ്കിൽ നാളെ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആലോചിച്ച് നോക്ക്. ചുരുക്കി പറഞ്ഞ പണ്ടത്തെ ഒട്ടകത്തിന്റെ കഥ പോലെ ഇനി ഈ വീട്ടിൽ അവളകത്തും നമ്മളൊക്കെ പുറത്താകുമെന്ന എന്റെ ഒരു സംശയം.
ആ, തൊഴിലവസരം. നഗരത്തിൽ പുതുതായി ആരംഭിക്കുന്ന ഒരു പ്രമുഖ വസ്ത്രവ്യാപാരശാലയിലേക്ക് പരിചയസമ്പന്നരായ സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട്. ആ, എൻ്റെ അമ്മോ, ഒരിടത്ത് പണ്ട് സെക്യൂരിറ്റി പണി നോക്കിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാ അടുത്തത്. വേറെ പറ്റിയ പണി വല്ലതും നോക്കാം. ആ ശിവരാമേട്ടാ, ആ. ഞങ്ങളെ അമ്പലത്തിലോട്ടൊന്ന് ഇറങ്ങുകയാണേ. നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നും ആഹാരമൊക്കെ ഞാൻ ദേ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഓ, അതൊക്കെ ഞാൻ സമയത്തിനെടുത്ത് കഴിച്ചോളാം. ഉം. അല്ല, ഈ ഞങ്ങളെന്ന് പറഞ്ഞ ആ അതെ, ഞാൻ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞപ്പോഴേ ആ ഇന്ദിരയും കൂടെ വരുന്നൂന്ന്. ഞാൻ പിന്നെ അങ്ങ് സമ്മതിച്ചു. ആ പിന്നെ ഇവിടെ പത്രവും വായിച്ചോണ്ടിരുന്ന് കളയരുത്. ഞങ്ങൾ തിരിച്ചു വന്നാലുടനെ നമുക്ക് പോകാനുള്ളതാ. വേഗം കുളിച്ച് റെഡിയായിട്ടിരിക്കണം. പോവാനോ? എങ്ങോട്ട്? ഇതെന്താ ഇങ്ങനൊരു ചോദ്യം? നിങ്ങളല്ലേ നേരം വെളുത്തിട്ട് അഞ്ജലി മോളെ കാണാൻ എന്നോടൊപ്പം വരാൻ നേറ്റത്? എപ്പോ പറഞ്ഞു? നല്ല കഥയായി. ഞാനില്ല എങ്ങോട്ടും പോകാൻ. ശിവരാമേട്ടാ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. പാതിരാത്രി സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന എന്നോട് നിങ്ങൾ പറഞ്ഞത് ഇത്ര പെട്ടെന്നങ്ങ് മറന്നോ? ആ, അതൊക്കെ നിന്റെ സ്വപ്നല്ലേ. അതിനാ കണക്കിലങ്ങ് കൂട്ടിയാ മതി. നിനക്ക് നാണമില്ലേ ശ്യാമളെ? ഇവിടെ നാട്ടി ഇറക്കി വിട്ട അഞ്ജലി അങ്ങോട്ട് ചെന്ന് കാണാൻ, അതും ആ പത്രാസുകാരുടെ വീട്ടിലേക്ക് ചെന്ന്. ഇതെന്തു കൂത്ത്? നീയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി ഈ വീട്ടിലുള്ളവര് രക്ഷപ്പെടണമെങ്കിൽ അഞ്ജലിയെ പോയി തിരിച്ചു വിളിച്ചോണ്ട് വരണോന്ന്? ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. ഉദ്ദേശിച്ചു. ഇതിപ്പോ ഞാൻ അവളെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചോണ്ട് വരണോന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പോയി കാണണം എന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ല, അതിപ്പോ നീ അങ്ങ് പോയി ചെന്ന് വിളിച്ചാ അവൾ ഇങ്ങനെ ഇറങ്ങി വരുമെന്നും നിന്നോട് വർത്താനം പറയുമെന്നും നിനക്ക് എന്താ ഉറപ്പ്? നീ വെറുതെ നാണം കിടത്തേ ഉള്ളു ശ്യാമളെ. അതുകൊണ്ടാ നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവളെ എന്റെ മോളാ. ഓ, ഞാൻ വിളിച്ചാൽ അവൾ ഇറങ്ങി വരികയും ചെയ്യും, എന്നോട് വർത്താനം പറയുകയും ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട്. ആ, എനിക്ക് ഉറപ്പില്ല. അത് നിന്റെ വെറും തോന്നലാ ശ്യാമളെ. അഞ്ജലി ഇനി ആ വീട് വിട്ട് എങ്ങോട്ടും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അവിടെ ആവുമ്പോ ഒന്നുമില്ലെങ്കിലും വാടകക്കാരനെ പേടിക്കാതെയും കറണ്ട് ബില്ലിന് കാശ് ഒപ്പിക്കാൻ ഓടാതെയും സുഖിച്ചങ്ങ് ജീവിക്കാലോ. അവളെ ആ അനുപമയുടെ അനിയത്തിയാ, അത് മറക്കണ്ട നീ. അല്ല, അഞ്ജലി അനുപമയുടെ അനിയത്തിയല്ല, എന്റെ മോളാ. അത് കഴിഞ്ഞേ ഉള്ളു എന്ത് ബന്ധവും. ദേ ശിവരാമേട്ടാ, ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ അതോ ഞാൻ തനിച്ചു പോണോ? ഉത്തരം പറ. നിനക്കെന്താ ശ്യാമളെ, മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല? എനിക്കാരും കാണുകയും വേണ്ട, ഞാൻ എങ്ങോട്ടും വരുന്നുമില്ല. പിന്നെ നീ ഇപ്പൊ വലിഞ്ഞു കയറി ചെല്ലാൻ നോക്കുന്ന ആ വീടുണ്ടല്ലോ, ആ വീട്ടിലുള്ളവര് പണ്ട് നിന്നെ കൊണ്ട് മദ്യം വിളമ്പിച്ചതും നിന്നെ അപമാനിച്ചു വിട്ടതൊക്കെ നീ മറന്നാലും ഞാൻ മറക്കില്ല. മറക്കാനൊക്കില്ല എനിക്ക്. എന്നാലും അവള് നമ്മുടെ മോളല്ലേ ശിവരാമേട്ട. ആ വീട്ടിലുള്ളവര് ചെയ്ത തെറ്റിന്റെ പേരില് നമുക്ക് നമ്മുടെ മോളെ കാണാതിരിക്കാൻ പറ്റുമോ? പറ്റും. നീ പറഞ്ഞല്ലോ അവള് നമ്മുടെ മോളാണ്, അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ. ആ വിചാരം അവൾക്ക് എന്താ ഇല്ലാത്തത്? കേക്കട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നിന്റെ മോള് നാളിതുവരെ ഈ വഴി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ആദ്യം അവൾ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ടാവൻ ക്ഷേമം അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോക്ക്. ശിവരാമേട്ട, ആ ശിവരാമന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആരെങ്കിലും അങ്ങോട്ട് പോയാൽ അവർക്ക് ആ വഴി പോവാം. തിരിച്ച് ഈ വീട്ടിൽ വരരുത്, അത്ര തന്നെ. എന്റെ ഊഹം ശരിയാണെങ്കിൽ
അനുപമ ഇതിനോടകം തന്നെ അഞ്ജലിക്കുള്ള പണി തുടങ്ങി കാണണം. ഇനി നമ്മള് വെറും കാഴ്ചക്കാരായി നിന്നു കൊടുത്താൽ മാത്രം മതി എന്നാ എന്റെ ഒരു തോന്നല്. ആ തോന്നല് സൂപ്പറാ.